ഭക്ഷണശീലത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, ഭക്ഷണക്രമത്തിലും അതുപോലെ ഭക്ഷണം കഴിക്കുന്ന രീതിയിലും മാറ്റം വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വണ്ണവും വയറും ഒക്കെ കൂടി കൂടി വരുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. മിക്കവാറും ആൾക്കാർ എളുപ്പ വഴി നോക്കുന്നു. അപ്പോൾ ഈ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ക്രാഷ് ഡയറ്റ് അല്ലെങ്കിൽ ഭയങ്കര ഹെവി എക്സസൈസസ് ഇങ്ങനെയൊക്കെ ആദ്യം തന്നെ ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കുറച്ച് വണ്ണം കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ലൂസ് ആവാൻ തുടങ്ങും. അതായത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റൊക്കെ ചെയ്ത് അങ്ങനെ പോകുമ്പോൾ ബോഡി കുറച്ച് പെട്ടെന്ന് തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യും. പക്ഷെ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ വിട്ട് മാറി നമ്മൾ പെട്ടെന്ന് തന്നെ വീണ്ടും വെയിറ്റ് കൂടാൻ തുടങ്ങും. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ട് നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അതുമാത്രമല്ല ഒരു കൺസിസ്റ്റൻസിയും കാണില്ല. അതായത് ഭയങ്കരമായി ഡയറ്റ് ചെയ്യും എക്സസൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് കുറയുന്നു, അല്ലാത്ത പക്ഷം കൂടുന്നു. അപ്പോൾ എങ്ങനെയാണ് സ്ഥിരതയോടെ നമുക്ക് ഗ്രാജുവലായിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ എന്താണ് നമ്മുടെ സ്ട്രെങ്ത്, എന്താണ് നമ്മുടെ വീക്ക്നെസ് എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. ഇപ്പോൾ ചിലരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് മധുരമായിരിക്കാം. അതായത് മധുരം, ബേക്കറി ഇങ്ങനത്തുള്ള കാര്യങ്ങൾ, വറുത്തത് പൊരിച്ചതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കൊതി തോന്നാം. അപ്പം ഞാൻ പറയാറുണ്ട്, നമ്മുടെ ഫോണിൽ ഇപ്പം പല പല ആപ്സ് ഉണ്ട്. ഇപ്പം ഈ ഫുഡിൻ്റെ ഡെലിവറി ആപ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ പരസ്യം കാണുമ്പം അതിൽ ടെംപ്റ്റഡ് ആവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അങ്ങനത്തുള്ള ആപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ ഫോണിൽ നിന്നാണ് ഇൻസ്റ്റാൾ ചെയ്ത് കളയുക എന്നുള്ളതാണ്. ഇത് ഞാൻ ഒരിക്കലും ഒരു ആപ്പിനെ ഞാൻ ഇതായിട്ട് പറയുകയല്ല. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ ഒരു ടെംപ്റ്റേഷൻ വരും. എന്നാൽ മാനസികമായിട്ട് നിങ്ങൾ വളരെയധികം എന്താ പറയുക, വളരെ കട്ടിയുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരത്തിലുള്ള ഇടവേളകളിലുള്ള ബിഞ്ച് ഈറ്റിംഗ് അല്ലെങ്കിൽ വെറുതെ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് ആദ്യം ഒഴിവാക്കുക. അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക. അതായത് പെട്ടെന്ന് വണ്ണം വെപ്പിക്കുന്ന ചില സാധനങ്ങളുണ്ട്. ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്സ്, കുക്കീസ്, പൊറോട്ട, അങ്ങനെ മൈദ ചേർത്ത സാധനങ്ങൾ. പിന്നെ നാരങ്ങ വെള്ളം, കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്. നാരങ്ങ വെള്ളം എങ്ങനെയാണ് വണ്ണം വെപ്പിക്കുന്നത് നിങ്ങൾ ചോദിക്കും. നമുക്കറിയാം, ഒരു നാരങ്ങ വെള്ളം നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മധുരം വേണമെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ നമ്മൾ പഞ്ചസാര ഉപയോഗിച്ചാൽ മാത്രമേ അത്രയും നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പറ്റൂ. ഉപ്പിട്ട നാരങ്ങ വെള്ളം ഓക്കെയാണ്, അത് കുഴപ്പമില്ല, അത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അല്ലാത്ത പക്ഷം ഇത്രയധികം മധുരം കയറുന്നു, ഇത്രയധികം കാലറി നമുക്ക് കയറുന്നു. അതുപോലെ തന്നെയാണ് കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്. അത് ഏത് തന്നെ ആയാലും, അതല്ലെങ്കിൽ ടെട്രാ പാക്കിൽ വരുന്ന നമ്മൾ സാധാരണ വരുന്ന ഓറഞ്ച് ജ്യൂസ് ആയാലും മാംഗോ ജ്യൂസ് ആയാലും എല്ലാം ഈ കാറ്റഗറിയിൽ പലതരം ആസിഡ്സും പലതരം ഷുഗർ കണ്ടൻസും മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ കാലറി വളരെ കൂടുതലാണ്, പക്ഷേ ന്യൂട്രിയൻസ് ഇല്ലേം താനും. അതുപോലെ തന്നെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ച് വിശക്കുകയും ചെയ്യും. കാരണം ഫൈബർ ഇല്ലല്ലോ. അപ്പം നമുക്കത് ഫില്ലിംഗ് ആയിട്ട് കിടക്കാനുള്ളൊരു സാധ്യതയും വളരെ കുറവാണ്. പിന്നെ ചെറിയ സൈസിൽ ഒരുപാട് കാലറി ഉള്ളതാണ് ഈ വറുത്ത സാധനങ്ങൾ. അതായത് വട, പഴംപൊരി ഇങ്ങനത്തുള്ള സാധനങ്ങൾ കഴിക്കുമ്പോഴും നമുക്ക് കാലറി കൂടുതലാണ്. ഈ ചിലർ ചോദിക്കുമ്പോൾ ഇപ്പോൾ പയറ്, കടല അങ്ങനെയൊക്കെ കഴിക്കാൻ പറയുമ്പോഴേക്കും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വയ്ക്കില്ലേന്ന്. മിതമായ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് വണ്ണം വയ്ക്കത്തില്ലെന്ന് മാത്രമല്ല വിശപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനും പറ്റും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നേരം ഇരുന്നുള്ളൊരു ജോലിയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടക്കുന്നത് നല്ലതായിരിക്കും. സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഫാറ്റ് ഡെപ്പോസിഷൻ കുറച്ചൊന്നൊരു മൊബിലൈസ് ചെയ്യാനും നല്ലതാണ്. പിന്നെ ലിഫ്റ്റിന് പകരം നമ്മൾ ചെറിയ ഇതൊക്കെ ആണെങ്കിൽ സ്റ്റെപ്പ് ഉപയോഗിക്കുന്നതും ചെറിയ ദൂരങ്ങൾ നടന്നു പോകുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ഇനി അല്ലാതെ ഫ്ലോർ എക്സസൈസ്, ഇപ്പോൾ ചിലർക്ക് വയറ് മാത്രമായിട്ടാണെങ്കിൽ ഫ്ലോർ എക്സസൈസസ് കുറേ ഉണ്ട്. അതായത് കിടന്നതിന് ശേഷം കാല് മാത്രം പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുക, അതുപോലെ തന്നെ സൈക്കിൾ ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് എക്സസൈസസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വയറിൻ്റെ ഭാഗം കുറയും. പിന്നെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഏത് ഭാഗത്താണ്, ഇപ്പോൾ ചിലർക്ക് കൈക്ക് മാത്രം വണ്ണമുള്ളവരുണ്ട്, ചിലർക്ക് ഹോൾ ബോഡി ഉള്ളവരുണ്ട്. ഇപ്പം ഇവരെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒത്തിരി വെയിറ്റ് ഉള്ളവരാണെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് നടന്ന് നമുക്ക് ആ ഒരു പേസിലെത്തി ഒരു 3 to 4 months നമ്മൾ ഈ നടത്തത്തിൻ്റെ സ്പീഡ് വെച്ചിട്ട് തന്നെ അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി അതിനുശേഷം കുറച്ചും കൂടെ നമ്മളൊരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ സൂംബ പോലെ അല്ലെങ്കിൽ പാട്ടിട്ടിട്ട് വെറുതെ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ഡാൻസ് ഒന്നും അറിയണമെന്ന് യാതൊരു ആവശ്യമില്ല. വെറുതെ ഡാൻസ് കളിച്ചാലും കുറച്ച് കാലറി ലൂസ് ചെയ്യും. മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരാൾ പറയണം ഇത് യോഗ നല്ലതാണ്, പക്ഷെ നമുക്ക് ആ യോഗ ചെയ്യാൻ ചിലപ്പം മാനസികമായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം അത് എന്താണോ നമ്മുടെ താല്പര്യം, അതിപ്പോൾ ഫുഡ് ഡയറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും എക്സസൈസ് ചെയ്യുന്ന കാര്യത്തിലായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ താല്പര്യം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് കുറേ നാൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ക്രാഷ് ഡയറ്റ് എടുത്തൊന്നും കുറയ്ക്കാൻ പറ്റില്ല. പക്ഷെ കുറച്ച് നാൾ കൊണ്ട് കുറയുന്ന വണ്ണം വളരെ പെട്ടെന്ന് തിരിച്ചു വരാതിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്.